ഇന്ത്യ എന്ന നമ്മുടെ രാജ്യം കുതിക്കുകയാണ്. എല്ലാ തരത്തിലും സാമ്പത്തികമായി, സാംസ്കാരികമായി, പ്രതിരോധ മേഖലയിൽ, സകലമാന മേഖലകളിലും ആരോഗ്യപരമായിട്ടൊക്കെ തന്നെ നമ്മൾ കുതിക്കുകയാണ്. കൃത്യമായ റിപ്പോർട്ടുകൾ ഉണ്ട്. ഇനിയിപ്പോൾ ഇന്ത്യൻ വളർച്ചയെക്കുറിച്ച് വ്യാജമായ റിപ്പോർട്ടുകളും പലരും പല സംഘടനകളുടെയും പേരിൽ പടർത്തിവിട്ടേക്കാം. പക്ഷേ യഥാർത്ഥ കണക്കുകൾ സത്യം തുറന്നു പറയുന്ന കണക്കുകൾ തന്നെയാണ്. പക്ഷേ അതിൽ നമ്മളത് നോക്കുമ്പോൾ നേരിയ വ്യത്യാസം ശതമാനത്തിൽ കൂടിയോ കുറഞ്ഞോ കണ്ടേക്കാം. അത് ഈ ഡേറ്റ ഗ്രാഫ് അത് പ്രത്യേകമായി അത് അനലൈസ് ചെയ്ത് അവതരിപ്പിക്കുന്നതിലെ ഒരു സാധാരണമായ ഒരു വ്യതിയാനമാണ്. അതല്ലാതെ ഇന്ത്യ കുതിക്കുക തന്നെയാണ് എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ, ലോകബാങ്കിൻ്റേത് അടക്കമുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. വളർച്ചയിൽ ഇന്ത്യയാണ് ഏറ്റവും വേഗം മുന്നേറിക്കൊണ്ടിരിക്കുന്ന ലോകരാജ്യങ്ങളിൽ ഒന്ന്. ഏകദേശം 7.7% സാമ്പത്തിക വളർച്ചാ നിരക്കോടെ ഇന്ത്യ ലോകത്തിലെ പ്രധാന സമ്പദ് വ്യവസ്ഥകളെ പിന്നിലാക്കി മുന്നേറുകയാണ് എന്നാണ് റിപ്പോർട്ട്. പിന്നിലായിട്ട് മലേഷ്യ ഉണ്ട് 5.4%, ഇന്തോനേഷ്യ 5.3%, ചൈന 4.9%, അമേരിക്ക 2.3%. ഇത് വളർച്ചാ വേഗത വളരെ ശ്രദ്ധേയമാണ്. വളർച്ചാ വേഗതയെക്കുറിച്ചുള്ള പഠനമാണ് ഇവിടെ നടത്തിയത്, അതിനെക്കുറിച്ചുള്ള ഗവേഷണമാണ് നടത്തിയത്. അതായത് വളർച്ച എന്നതിലുപരി വളർച്ചാ വേഗം. പെട്ടെന്ന് ഇപ്പോൾ 100 മീറ്റർ ഓട്ടം 8 സെക്കൻഡ് കൊണ്ട് ഓടിയെത്തുന്നതും 10 സെക്കൻഡ് കൊണ്ട് ഓടിയെത്തുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. സെക്കൻഡുകളുടെ, മൈക്രോ സെക്കൻഡുകളുടെ വ്യത്യാസത്തിലൊക്കെ അത്ലറ്റുകൾക്ക് സ്വർണം നഷ്ടപ്പെടുന്നത് കേട്ടിട്ടില്ലേ? തലനാരിഴയ്ക്ക് സ്വർണം നഷ്ടപ്പെട്ടു എന്നൊക്കെ പറയാറില്ലേ? അതുപോലെ ഇത് വളർച്ചയുടെ വേഗതയെ കുറിക്കുന്ന ഗ്രാഫാണ് ഇത്. ഇതിന് പ്രത്യേകമായി കാരണമുണ്ട്. ഭാരതം ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള രാജ്യങ്ങളിൽ ഒന്നാണ്. എന്നാൽ ഈ ജനസംഖ്യ ഇന്ത്യക്ക് ഒരു ഭാരമല്ല, മറിച്ച് വലിയ സാമ്പത്തിക ആസ്തിയാണ് എന്നാണ് എക്കണോമിസ്റ്റുകൾ വിലയിരുത്തുന്നത്. യുവജനങ്ങളുടെ വലിയ പങ്കാളിത്തം ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുകയും പുതിയ സംരംഭങ്ങൾക്ക്, പുതിയ പ്രസ്ഥാനങ്ങൾക്ക്, സ്റ്റാർട്ടപ്പുകൾക്ക് ഒക്കെ തന്നെ ഊർജം പകരുകയും ചെയ്യുന്നു. കഴിഞ്ഞ ഒരു ദശാബ്ദത്തിൽ ഭാരതം ഡിജിറ്റൽ രംഗത്ത് നടത്തിയ മുന്നേറ്റം ലോകത്തിന് തന്നെ മാതൃകയാണ്. വഴിയിൽ കൂടെ പോകുന്ന ഒന്നും അറിയാത്ത ഒരാൾക്കായാലും അയാൾക്ക് ജിപേ കാണും. ഡിജിറ്റൽ രംഗത്തെ ആ ഒരു വലിയ ഇടപെടൽ ഇവിടെ ഡിജിറ്റലൈസ് ചെയ്യാൻ പോകുന്നു, അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ടുമായി എല്ലാം ബന്ധിപ്പിക്കാൻ പോകുന്നു എന്നറിഞ്ഞ് പാവപ്പെട്ടവൻ്റെ കയ്യിൽ, പച്ചക്കറി കടക്കാരൻ്റെ കയ്യിൽ, അല്ലെങ്കിൽ വഴിയോര കച്ചവടക്കാരൻ്റെ കയ്യിലൊക്കെ തന്നെ ബാങ്ക് അക്കൗണ്ട് ഉണ്ടോ എന്ന് ചോദിച്ച നേതാക്കളെ നമ്മൾ ഓർത്തു പോവുകയാണ്. ഇവയിലൂടെ സാമ്പത്തിക ഇടപാടുകൾ സുതാര്യവും വേഗതയേറിയതുമായിട്ട് മാറി. അതുപോലെ അടിസ്ഥാന സൗകര്യ വികസനം, റോഡുകൾ, ദേശീയപാതകൾ, വിമാനത്താവളങ്ങൾ, തുറമുഖങ്ങൾ, റെയിൽവേ നവീകരണം എന്നിവയിൽ വൻ നിക്ഷേപങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഗതാഗത ചിലവ് കുറയ്ക്കുകയും വ്യാപാരക്ഷമത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നതിലൂടെ ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് വലിയ വേഗം കൈവരും എന്നതിൽ തർക്കമില്ല. അതുതന്നെയാണ് ഇവിടെ കഴിഞ്ഞ 10-12 വർഷമായി നടന്നുകൊണ്ടേയിരിക്കുന്നത്. നിർമ്മാണ മേഖലയിൽ മെയ്ക്ക് ഇൻ ഇന്ത്യ പോലുള്ള പദ്ധതികൾ രാജ്യത്തെ ഒരു ആഗോള നിർമ്മാണ കേന്ദ്രമാക്കി മാറ്റി. ലോകോത്തര ബ്രാൻഡുകൾ ഇന്ത്യയിൽ നിക്ഷേപം നടത്തി, ഇവിടെ കമ്പനികൾ തുടങ്ങി, ഇവിടെ ഔട്ട്ലെറ്റുകൾ, ഇവിടെ യൂണിറ്റുകൾ ആരംഭിച്ച് അത് നമ്മുടെ സാമ്പത്തിക നിലവാരത്തിൽ വലിയ ഭദ്രതയുണ്ടാക്കി, വലിയ കുതിച്ചുചാട്ടമുണ്ടാക്കി എന്നുള്ളതാണ്. ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റങ്ങളിൽ ഒന്ന് നമുക്കാണ്. ബംഗളൂരു, ഹൈദരാബാദ്, പുനെ, ഗുരുഗ്രാം തുടങ്ങിയ നഗരങ്ങൾ സാങ്കേതിക നവീകരണത്തിന്റെ, പുതിയ പദ്ധതികളുടെ, സ്റ്റാർട്ടപ്പുകളുടെയൊക്കെ കേന്ദ്രമായി മാറിക്കൊണ്ടിരിക്കുന്നു. സാമ്പത്തിക പരിഷ്കാരങ്ങൾ, GST, അതുപോലെ തന്നെ IBC, DBT തുടങ്ങിയ പരിഷ്കാരങ്ങൾ സമ്പദ് വ്യവസ്ഥ കൂടുതൽ സംഘടിതവും കൂടുതൽ സുതാര്യവുമാക്കി എന്നാണ് വേൾഡ് ബാങ്കിൻ്റെ അടക്കമുള്ള ലോക സാമ്പത്തിക ഫോറങ്ങളുടെ ഒക്കെ തന്നെ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. അതുപോലെ വിദേശ നിക്ഷേപ ആകർഷണം, ആഗോള നിക്ഷേപ രംഗത്ത് വലിയ സമാനതകളില്ലാത്ത ഒരു നിക്ഷേപ ഭൂമിയായി ഭാരതം മാറി. ആത്മനിർഭർ ഭാരത് പദ്ധതി, പ്രാദേശിക ഉൽപ്പാദനം, സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിൽ നമ്മൾ ബഹുദൂരം മുമ്പോട്ട് പോയി. ഇതൊക്കെ തന്നെയാണ് ഈ 7.7 എന്നുള്ള ആ സാമ്പത്തിക വളർച്ചാ നിലവാരത്തിലേക്ക്, വളർച്ചാ വേഗതയിലേക്ക് നമ്മുടെ ഇന്ത്യയെ കൊണ്ടുചെന്ന് എത്തിച്ചത് എന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. അതുപോലെ ഹരിത ഊർജ്ജ നിക്ഷേപം, സൗരോർജ്ജം, കാറ്റാടി വൈദ്യുതി, ഹരിത ഹൈഡ്രജൻ തുടങ്ങിയ മേഖലകളിൽ വൻ സാധ്യതകളാണ് നമ്മൾ മുമ്പോട്ട് വെക്കുന്നത്. ലോകത്തിന് തന്നെ അത് വലിയ ആശയമാണ് നൽകുന്നത്. നമ്മുടെ ആശയങ്ങളിലേക്ക് ലോകം കടന്നു വരുന്നു, നമ്മുടെ ചിന്തകളിലേക്ക് ലോകം ഇറങ്ങി വരുന്നു. അതൊക്കെ തന്നെ വലിയ തോതിലുള്ള സാമ്പത്തിക ഭദ്രതയും സാമ്പത്തിക നേട്ടവും വരുത്തി വയ്ക്കുന്ന പ്രോജക്റ്റുകളാണ് അതൊക്കെ തന്നെ. അതാണ് ലോകം ഭാരതത്തിലേക്ക് നോക്കുന്നു. നമ്മൾ വിശ്വഗുരുവായി മാറുന്നു എന്ന് പറയുന്നത് വെറുതെയല്ല. ലോകം ഇന്ത്യയിലേക്ക് നോക്കുകയാണ്. വേൾഡ് ഈസ് ലുക്കിംഗ് ടു അവർ കൺട്രി. നമ്മുടെ വികസനം, നമ്മുടെ വളർച്ച, നമ്മുടെ പദ്ധതികൾ ഒക്കെ തന്നെ പലരും അത് അവർ ആവർത്തിക്കുന്നു, അല്ലെങ്കിൽ അവർ തന്നെ ആവിഷ്കരിക്കാൻ ശ്രമിക്കുന്നു. അതാണ് ഈ വളർച്ചാ വേഗത. തെറ്റായ ഗ്രാഫുകൾ പ്രചരിപ്പിച്ച് രാജ്യത്തെ മോശക്കാരാക്കുന്നവർ നമ്മുടെ നാട്ടിൽ ഉണ്ടാകാം, മലയാളികൾ തന്നെ ഉണ്ടാകാം. അവരോടൊന്നും പറയാനില്ല. വളർച്ച എന്നത് വളരെ വേഗത്തിൽ, ത്വരിതമായ വേഗത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ആ വളർച്ച വേഗതയിലും നമ്മൾ 1ാം സ്ഥാനത്ത് തന്നെ നിൽക്കുന്നു എന്ന് തീർച്ചയായിട്ടും നമുക്ക് അഭിമാനത്തോടെ പറയാം.